തയ്യലിൻ്റെ ആദ്യത്തെ പാഠങ്ങൾ ഞാൻ പഠിക്കുന്നത് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അവിടെ ഞാൻ ചിറ്റപ്പൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അവിടുത്തെ ആൻറ്റി നന്നായിട്ട് തയ്ക്കുമായിരുന്നു. പിന്നെ നേഴ്സിംഗ് ഒക്കെ പഠിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറച്ച് നാൾ ലീവിനൊക്കെ വരുന്ന സമയത്ത് 1-2 ചുരിദാറുകളും ഉടുപ്പുകളൊക്കെ തയ്ച്ചൊരു ഓർമ്മയുണ്ട് എനിക്ക്. പിന്നീടുള്ളൊരു 11 വർഷം സ്റ്റിച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. കൊറോണയായിരുന്നു ടൈം. അത്യാവശ്യമുള്ള എൻ്റെ എല്ലാ ഡ്രസ്സുകളും ഞാൻ തയ്ക്കാൻ തുടങ്ങി. എന്നാലും ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ബ്ലൗസുകളും ചുരിദാറുകളും പുറത്ത് കൊടുത്ത് തയ്പ്പിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയും ചേച്ചിയുടെ മോക്ക് വേണ്ടിയൊക്കെ തയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ കസിൻ സിസ്റ്റേഴ്സും ബന്ധുക്കളും ഒക്കെ ഇങ്ങനെ ഓർഡർ തന്നു തുടങ്ങി. അത്യാവശ്യം എല്ലാം തന്നെ നന്നായി തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരെണ്ണം എനിക്ക് ഫ്ലോപ്പായി വന്നിട്ടുണ്ട്. ഇനി കാണുന്ന ഈ ഉടുപ്പ് അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒരു ചെറിയ വ്യത്യാസം കാരണം ഓർഡർ തന്നെ ആക്കി ഇടാൻ പറ്റിയില്ല. ആ കുട്ടിയുടെ കസിൻ സിസ്റ്ററിനാണ് ഇടാൻ പറ്റിയത്. ദൈവാനുഗ്രഹത്താൽ അതിനുശേഷം വേറൊന്നും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പം ഈ കാണിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ന്യൂസിലാൻഡിലേക്ക് അയച്ചതാണ്. എൻ്റെ തയ്യൽ കാശ് മുതലാക്കാമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ യൂട്യൂബ് നോക്കി തയ്യൽ പഠിച്ചത്. യൂട്യൂബൊക്കെ നോക്കി സ്റ്റിച്ചിങ് പഠിക്കാമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പഠിക്കാം കേട്ടോ. ഞാൻ പഠിച്ചു. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പഠിക്കാം.